സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സതയമേഴുന്നള്ളുക നീ പ്രിയകാന്തയെ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണ്ണവാട്ടി സഭയെ വരൂ നീ അവനോടു ചേർന്നിടുവാ മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണ്ണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും സമൻ അതിശോഭിതനാം മശിഹാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയെ നീ ധന്യയാനൂരം ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചുരുട്ടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വരും വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്നേഹം സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലവൽ മിൻ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം
എന്നാൽ അത് ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും നേരെയും ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ നിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ ഭവനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും എൻ്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ എന്നെ ഞാൻ ബോധിച്ചു, പാപങ്ങളുടെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ നേരത്തെ നിന്നെ അറിയിച്ചു. നിന്റെ സോപാനമേ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് പഞ്ചനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ സ്ത്രീകൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് ദൂരവും തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെടിപ്പുള്ളവർ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിൽ പുതുതാക്കണമേ. നിന്റെ തിരുമനെ തള്ളിക്കളയരുതേ, വിശുദ്ധാത്മാവിൽ നെടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മൗത്തോളം എൻ്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിനെ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാവിന് നീതിയെ ശ്രദ്ധിക്കും. കർത്താവേ, തരണമേ. എന്റെ വായന സ്തുതികൾ പാടും. എന്നാൽ ബലികൾ നീതൊരു മനസ്സായില്ല, ഹോമബലികൾ നീതൊരുപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ സിഹോ നന്മ ചെയ്യണമേ, പുരുഷന്റെ മതികൾ പണിയണമേ. അപ്പോൾ നീതിബലും ഹോമനോട് നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയുടെ കാളാൽ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ബെന്നവോലം വാദാവൽ പോലം വൽമീനാമേ ബൃഗ്ഹാദീലശുഹായോനേ സാഹലരവോനേ ഹാദുൽഗൻ ശുസുഗുദാ മശീഹോ മലേറഹമേ. രക്ഷകനേ, വൈദികത്തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുകതൃക്കയ്യാൽ. ബോധിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും. മോതിരമതിനാൾ കുലീന്നും താമാർ രക്ഷിതയാൽ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാർക്കുമോ മെന്നുപോലം വാദാവൽ പോലം വൽമീനാമേ. മാനവർ വാനവർ വന്ദിച്ച വാഴ്ത്തി പാടുന്ന ത്രിത്വരഹസ്യം സംപൂജ്യം താദാത്മജരോഹ മുറിയോറാഹിൻ മാലനുവദാറായി. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും വാഴ്ത്തിയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കൊണ്ടുമുള്ള ഐക്യമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ഓശോ വബകൂല സുബാൻ ലവൽ മീൻ. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയ. സേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും. വർഷിച്ചാൻ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും. നിന്നെ
വെണ്ണുപോലും വാതാവും മൂലം മീനാവി ഉപമകളാ സ്നേഹോൻ ചൊന്നാനേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ പതിനായിരമതിലുത്തമനാ തൻ പൂങ്കാവാണിസരായി ശുഭ്രൻ യാക്കോബിൻ ലതയിൽ രക്തൻ നറുതീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരികിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു സ്തോമൻ ഗാലോ ഉറിയേലായിസോൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഷിയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരത്തും കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധമായ കളങ്കത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും നിന്റെ സഭയെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹനിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളുടെ സ്തുതി തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശന്മാരുടെയും സ്ലീഹന്മാരെയും സർവവംശങ്ങളെയും ക്ഷണിച്ചവരുമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോദനം വാഴുവിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തുക്കുലഹുന്യോമോ സ്വതഹായ മനുഷ്യരുടെ വെച്ച് സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ പഠിപ്പുള്ള മൂറോനും അനാദിതമായ നിലയിൽ സർവ്വവിധ കഷ്ടങ്ങൾക്കും മരണത്തിനും അതീതനുമാവുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാപരസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹനിശ്ചയം നടത്തി. അതിനെ നിനക്ക് പൊതുവായി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോട് ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് പിടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരുത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാവുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനരായ ദാസരാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുകയും സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളിനും പുത്രിയായ ഈ മണവാട്ടിയും
സമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും അവതരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇവിടെ കൂടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതയിൽ നിന്നും മാലിന്യത്തിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവമ്പാകത്ത് നിന്ന് ഇടപെടാതിനെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും അത് വന്നേക്കും നാം കൈക്കൊള്ളുമാറാവട്ടെ. പതിവ്രതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ വീട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനേ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൽ വിലയേറിയിടും രേഖത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പൻ പാർക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മിന്നമൂലം വാദാമുൽ മൂലം ഉൽമീരാമേ. വിശ്വസ്തേ സഭയെ ഭയമെന്തെന്നുള്ളിൽ ക്ലേശം ദേശം വേണ്ട. അപ്പരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തിൻ്റെ വിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിന്ത്രോണോസ മുറിയോറാഹിൻ മലനുവതാര നിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വാഗ്ദാനം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും ഞങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുല സുബാൻ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധയാത്മാവിനും സ്തുതി. സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂപായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. പാർക്കുമോ
നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലത് കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്ത് അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീയന്മാരിൽ നിന്നുപോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാദിച്ചതിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാണ്. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാണ്. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹ അഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങൾ കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകും. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും ഉപയോഗിക്കണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. എൻ്റെ വിജയശ്ലേവായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ വബകുല സുബാൻ ലൗൽ മിൻ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു എൻ വരനേവൻ ഞാൻ നന്യ വന്ദിക്കുന്നേൻ വന്നെന്നെ വീട്ടൊരു മണവാളൻ തന്നെ
സ്കീപ്പായാൽ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ താതനികേതം ഞാൻ പോകി വീട്ടിടാം ഞാൻ റൂഹായി മുറിയുറഹിൻ മലനുവതാറാ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് ജിഹാദ് ജൂണോ ഈ ദമ്പതികളുടെ വിവാഹത്തിനായി നമ്മൾ മണവാളിൻ്റെയും മണവാട്ടിയുടെയും ക്ഷണം സ്വീകരിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ 8-ാം നൂറ്റാണ്ടിൽ എഡേസയിലെ യാക്കോബ് എഴുതിയ ക്രമം അനുസരിച്ചാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഈ ശുശ്രൂഷയിൽ 2 ഉദാശകളാണ്. ഉദാശയിൽ 2 ശുശ്രൂഷകളാണ്. ഒന്ന് മോതിരം വാഴിൻ്റെ ശുശ്രൂഷ, ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്. മറ്റൊന്ന് മാരേജ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വഴി സഭ രക്ഷപ്പെട്ടതുപോലെ തിരുശരീരങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നതാണ് ഈ മോതിരം എന്ന സഭ പഠിപ്പിക്കുന്നത്. ഈ മോതിരം വഴിയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ താമാർ രക്ഷപ്പെട്ടത്. മോതിര ചരടും വടിയും കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിൻ്റെ മാർഗമായിട്ടാണ് ഈ മോതിരത്തെ കാണുന്നത്. എന്തുകൊണ്ടാണ് മണവാളൻ്റെ വലതുവശത്ത് മണവാട്ടി നിൽക്കുന്നത്? അത് അവരുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ഏത് സമയത്ത് പടമെടുക്കാനും ഏത് സമയത്ത് ആരാധനയിൽ വന്ന് നിൽക്കുമ്പോഴും മണവാളൻ്റെ കർത്താവിൻ്റെ വലതുവശത്താണ് മണവാട്ടി നിൽക്കുന്നത്. കാരണം കർത്താവിൻ്റെ വലതുവശത്താണ് സഭ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സഭയുടെ സ്ഥാനത്താണ് ഈ മണവാളിനും മണവാട്ടിയും. സഭയുടെ പ്രതിനിധിയായി, യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ഞാൻ ഈ പുരോഹിതം എല്ലാം നിൽക്കുകയാണ്. ഇവിടെ ഇതൊരു ഉടമ്പടിയല്ല, കോൺട്രാക്ട് അല്ല, ഇതൊരു കൂതാശ. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇവർ 2 പേരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതിൽ നിന്ന് ഇവർക്ക് പിന്മാറും. എന്നാൽ ഇത് കൂതാശയാണ്, മർമ്മമാണ്, രഹസ്യമാണ് എന്ന് പറയുമ്പോൾ ഇവർ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഇവർക്ക് സാക്ഷിയുണ്ട്. സഭയുടെ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി പുരോഹിതന്മാർ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷിയാകുന്നു എന്നുള്ളതാണ്. അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ്. 2ാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് കിരീടം വാഴിൻ്റെ ശുശ്രൂഷയാണ്. കിരീടം, മണവാളൻ്റെ കിരീടം കർത്താവിൻ്റെ ഉൾക്കിരീടത്തോട് സമം എന്നാണ് പറയുന്നത്. മണവാട്ടിയുടെ കിരീടം പരിവാരതയുള്ള സ്ത്രീകളുടെ കിരീടത്തോട് സമമാണ്. ഇവിടെ കാണുന്ന ഈ കിരീടം എന്ന് പറയുന്നത് കുരിശാണ്. ഏത് കൂദാശയും ഇവർ 2 പേരും മാമോദിസ മുങ്ങുന്ന അവസരത്തിൽ നമ്മളെല്ലാം മാമോദിസ മുങ്ങിയപ്പോഴും നമ്മുടെ നെറ്റിയിൽ കുരിശ് ആകൃതിയിൽ വരച്ചിട്ട് കുരിശ് കൊണ്ട് യാത്ര ആരംഭിച്ചവരാണ്. പല സന്ദർഭങ്ങളിൽ കുരിശ് നമ്മുടെ കൂടെ യാത്ര ചെയ്യും. ഞങ്ങൾ പട്ട വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ തലയിൽ തലമുടി കണ്ടിക്കുന്നത് വെട്ടുന്നത് കുരിശാകൃതിയാണ്. അതുപോലെ ഈ മണവാളിനെ മണവാട്ടിയും രാജാവും രാജ്ഞിയുമായി അഭിഷേകം ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവരുടെ തലയിലേക്ക് കുരിശ് ആകൃതി കുരിശ് ഇറക്കി ഇവരെ കിരീടം ധരിപ്പിച്ച് മണവാളിനും മണവാട്ടിയും രാജാവും രാജ്ഞിയുമായി ആക്കി തീർക്കുകയാണ്.
ഇങ്ങനെ കുരിശ് ഇറക്കുന്നത്, അവർക്ക് കിരീടമായി നൽകുന്നത് ഒരുപക്ഷെ ലോകത്ത് അപൂർവം സഭകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഓർത്തഡോക്സ്. ബാക്കിയുള്ളവർക്ക് കിരീടം പറ്റിയാണ്, പൂവുകൊണ്ടുള്ള കിരീടമൊക്കെ പറ്റി. ഇവിടെ നിന്ന് ഈ കുരിശ് എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെതാണ്. ഇവിടെ രണ്ടുപേരുടെയും ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കുരിശ് നിങ്ങൾക്ക് തുണയായിരിക്കണം. അവിടെ ഓർക്കേണ്ടത് കുരിശിൽ മരിച്ച ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ, കഷ്ടപ്പാടുകളെ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമാണെന്ന് നമ്മെ ഓർമ്മിക്കുന്നതാണ് ഈ കുരിശ്. ഈ മാല വാഴ്ത്തി നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും ഉണ്ടാകേണ്ടതാണ്, എന്നേക്കും ഉള്ളതാണ്. ഇത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചികമായ വ്യാപാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുവാനുള്ള അതാണ് ഈ കുരിശ്. അത് നിങ്ങൾ രണ്ടുപേരും ഓർക്കണം, ഭാവിതരായി എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ അടുത്തത് കാണുന്നത് താലി എന്ന് പറയുന്നത്. താലി ഭാരതീയ പശ്ചാത്തലത്തിലുള്ളതാണ്. ആലില് താലി കുരിശാകൃതിയിൽ 9 അല്ലെ 12 മുത്തുകൾ വെച്ചിട്ടുണ്ട്. കുരിശാകൃതിയിലാണ്. അത് കൂതാശകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളാണ്. 9 നൽവരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ. ഈ നൽവരങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. സ്നേഹം, സമാധാനം, ഇതൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം കഴിയണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ താലി നമ്മോട് ചേർന്ന് കിടക്കുന്നത്. മറ്റൊന്നാണ് മന്ത്രകൂടി. മന്ത്രകൂടി ഭാരതീയ പശ്ചാത്തലത്തിലാണ്. മന്ത്രം ചൊല്ലി നൽകുന്ന കൂടിയാണ്, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന. ഇത് ഈ മണവാട്ടിയെ ധരിപ്പിക്കുന്നത് വിനയവും വിവാഹിതയുമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കണം എന്നുള്ള അർത്ഥം കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വട്ടം മാത്രമേ ഇത് ധരിക്കുകയുള്ളൂ. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ, വിവാഹിതയായ സ്ത്രീ മരിച്ചു പോകുമ്പോൾ അവനെ ഉടുപ്പിക്കുന്നത് ഈ മന്ത്രകൂടിയാണ്. അത് ഇവിടെ വെച്ച് നൽകിയ ഈ മന്ത്രകൂടി കൊണ്ടാണ് യാത്ര പോകുന്നത് എന്നുള്ളത് ഈ മന്ത്രകൂടിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന മോതിരവും, നിങ്ങൾ കൊണ്ടുവരുന്ന മാലയും, നിങ്ങൾ കൊണ്ടുവരുന്ന പെന്നും, നിങ്ങൾ കൊണ്ടുവരുന്ന മന്ത്രകൂടിയുമെല്ലാം സഭയുടേതാക്കി, സഭ വാഴ്ത്തി, സഭയുടെ പ്രതിനിധിയായി, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ഈ മണവാളിനെ മണവാട്ടി ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സഭയുടെ ദൗത്യമാണ്. കാരണം സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. ആയുഷ്കാലം മുതൽ ഇവരങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ കൂദാശ വഴിയായി ഓർമ്മിക്കുന്നത്. ഈ കൂദാശയെ സംബന്ധിക്കുന്ന നിങ്ങളോട് അവസാനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഇതൊരു ധ്യാനമാണ് ഓർത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ കുടുംബജീവിതം എങ്ങനെയെന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമാണ് ഈ വിവാഹത്തിൽ നമ്മൾ ഓരോരുത്തരും സംബന്ധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാനുള്ള മാർഗമാണ് ഓരോ വിവാഹ കൂദാശയും ഓർമ്മിക്കുന്നത്. ഈ മണവാളിനോടും മണവാട്ടിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തലമുടി പിന്നുന്ന സ്ത്രീകൾ, ഈ സ്ത്രീകൾ തലമുടി പിന്നുമ്പോൾ 2 പിടി മാത്രമേ വെളിയിൽ കാണത്തുള്ളൂ. എന്നാൽ 2 പിടിയിട്ട് തലമുടി പിന്നാൻ ഒക്കെയില്ല. ആധുനിക രീതിയിൽ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ പാരമ്പര്യം അനുസരിച്ച് 2 പിടിയിട്ട് പിന്നാനെ ഒക്കെയില്ല, 3 പിടി വേണം. എന്നാൽ നമ്മൾ 3 പിടിയിട്ട് പിന്നുമ്പോൾ 3ാമത്തെ പിടി വെളിയിൽ കാണുകയില്ല എന്ന് കഴിയും. അത് അകത്തെവിടെയോ അദൃശ്യമായിരിക്കുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അദൃശ്യനായ ഒരു ആളുണ്ട്. ദാനിയേൽ കണ്ട അദൃശ്യനായ ആള്, അത് ദൈവമാണ്, യേശുവാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇവിടെ വെച്ച് നിങ്ങൾ ഈ ജീവിതം ആരംഭിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഹോളിൽ പോയി കല്യാണം കഴിക്കാത്തത്, മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെയ്യാത്തത്. ദേവാലയത്തിൽ വരുന്നത് ഇത് വിശുദ്ധമായതുകൊണ്ടും ദൈവത്തെ കൂടെ കൊണ്ടുപോകുന്നതായതുകൊണ്ടുമാണ് ദേവാലയത്തിൽ വെച്ചുകൊണ്ട് വിവാഹകൂദാശ നടത്തുന്നത്. അത് പ്രിയമുള്ള ജിഹാദിനോടും ജൂനോടും എനിക്ക് പറയാനുള്ളത്, ഈ കൂദാശയിൽ വഴിയായി ദൈവം നിങ്ങളോടുകൂടി ഉണ്ടാകും. നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഏത് കൊടുങ്കാറ്റിൽ വന്നാലും എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും എന്തൊക്കെ തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടാലും അവൻ എൻ്റെ ഈ കുടുംബജീവിതത്തിൻ്റെ പടലിൽ ഉണങ്ങുന്നുണ്ട് എന്നുള്ള ആ വലിയ ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു. നിങ്ങൾ അവനെ കൂടെ കൊണ്ടുപോയി അവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയുണ്ട് ആവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായിരിക്കും. ഈ കേട്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതില്ല, നിങ്ങളുടെ ജീവിതത്തിൽ യേശുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. യേശു ഉള്ളിടത്ത് സമാധാനം, സ്നേഹം, അഭിവൃദ്ധിയും സമ്പത്തുണ്ട്, കൃപകളുണ്ട്. ദൈവത്തെ പ്രാപിക്കുവാൻ അദൃശ്യനായിരിക്കുന്നതുപോലെ ആ ദൈവത്തെ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തണലായി തീരുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർക്കും ഇടവകളുടെ പേരിൽ രണ്ട് വൈദികരുടെയും ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധമായ വിവാഹ മംഗളാശംസകളും ജീവിതത്തിൽ കൃപകൾ നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്ത മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരന്തമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചുറ്റുമുള്ള കന്യകമത്തും മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചുരുടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണമറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ സുബാൻ ലവൽ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത് ദയ ചെയ്തിടണമേ. ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത് ദയ ചെയ്തിടണമേ. സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത് ദയ ചെയ്തിടണമേ. റഫ്കയോടി
ഇസ്ഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തീരേവാദയ ചെയ്തിടണമേ. റഹീലൊടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തീരേവാദയ ചെയ്തിടണമേ. ബാറക്കുമോ മിന്നപോലം വാദാമുൽ പോലം ഉൾമീനാമി മിസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. മുറിയോറാഹിൻ മലനുവാദാറായി കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുള്ള ഐശ്വര്യത്തെ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുഖൂല സുബാലവൽമിൻ മോദിക്കട്ടെ പരം ദാതാലേ ലോയൗഹാലേ ലോയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതേ നല്ലവരം നീ മുൻപേ ഗവനേകി ഹല്ലേലൂയ ഹല്ലേലൂയ മഹിമാവിൻ മുടിചൂടിത്തലയിൽ ബാറക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ മൂലം വാദാമുൽ മൂലം വൽമീനാമി മണവറയേമേ സ്വർഗത്തിൽ സഭയിലെ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗമേവും സുൽത്തോനന്മാർ ഹൈലേയർക്കോസ് ഇവരേക്കാൾ നിന്നെ മേലാക്കി സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാഥന്റെ വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസനുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും
സകല പെരുന്നാളുകളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യാവുമോ സ്വതഹായേൻ ലൗൽമിൻ. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയങ്ങൾ പരിഭ്രമിച്ച് ചങ്കഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഔന്നത്യമായ നിന്റെ കൃപാപ്രഭാവത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും എൻ്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകുല സുബാൻ ലൗൽമിൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നീക്കുന്ന കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനു നൃപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പൂ. നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം. സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ. ശ്രീവായി വന്നിപ്പതിനാൽ രാജാവാം മശിഹാ. ഹല്ലേലൂയ, കാക്കുന്നു നിന്നെ പാർക്കുമോ. ശുഭഹൂല ബോല ബറൂവൽ റൂഹാദീശോ. ഹല്ലേലൂയ, പുലരിയിലും പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും. നീവൾ പരമ
അവളുടയോനെ വാഴ്ത്തിയിടും ഉലകങ്ങളിലെങ്ങും. ഹല്ലേലൂയ, കൃപ വർഷിച്ചിടാം. ഒറിയോറാഹിൻ മുലനുവാദാറായി. കല്യാണത്തിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ദാസരെ ഈ സൂതതവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത്ത് ഇവരുടെ മേൽ ആസ്വദിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുല സുബാൻ ലവൽ മിൻ. വേറൊരുവൻ വന്നറിയിച്ച താനേൽക്കും സഭയിൽ ശാപം. പലതരം ഉപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. വിശുദ്ധനായ പൗലോസ്ലീഹ ശ്ലീഹായുടെ വനസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവുമാകുന്ന പ്രകാരം കർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടേണം. ഭർത്താക്കന്മാരെ മശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് അതിൻ്റെ ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ അധികൽപ്പനയാകുന്നു. ആമീനായി ബാറക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോദിക്കേട്ടെ പരം നാഥ.
അടക്കത്തോടും ഭയത്തോടും നഖത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കുന്ന വേശ്മശിയാണ് വിശുദ്ധേവങ്കേനൂരല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകുന്നു രക്ഷിക്കാതിനെ അയച്ചല്ലോ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവയിപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരുടെ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്തുതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപന നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂപായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Kadisho dal olam ulmin. Amen. Vani nudayo kaya
മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക അൻപാലിംബം നൽകാൻ മുടിയാൻ മണവാളനും മണവറയാൻ മണവാട്ടിക്കും വനീനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മഷിഹാനൃപനാം രചിതം മകുടം പാരം രുചിരം വനീനുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം ശാശ്വതശാലാദീശ സത്യമണാള ശീഘ്രം സവിധമണഞ്ഞിടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വനീനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക അൻപാലിംബം നൽകാൻ മുടിയാൻ മണവാളനും മണവറയാൻ മണവാട്ടിക്കും വനീനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മഷിഹാനൃപനാം രചിതം മകുടം പാരം രുചിരം വനീനുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ
ചാര്യൻ അണീക്കും മകുട രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടും സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടും സദൃശ്യം. നീതിയും കിരീടവും അക്ഷയഭംഗിയുമുള്ള അലങ്കാരങ്ങൾ കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ തന്നെ കടയാകുകയും ചെയ്യട്ടെ. ഹോശോ വബുക്കൂല സുബാൻ ലവൽമിൻ. ശുഭചിഹ്നം താ സ്നേഹ നമ്മെ രക്ഷിച്ചിടും മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാണ്. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കർത്തായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കും. ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യും. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യും. ഇസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ
നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുന്നു. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധയാത്മാവിനും സ്തുതികരേറ്റാം. ഓശോ വബുകുല സുബാൻ ലവൽ ഏതൻ തോട്ടം നട്ടോനേ, നീയാണൻ യുവമണ്ണവാളൻ. നിൻതോട്ടത്തിനൻ പേർക്കായി വീക്ഷിച്ചിടുക കുളിർ തന്നൽ. ശ്രീവായാലവകാശതനം പുത്രിതമാക്കി പീഡകളാ അടിമ വിടൂർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീക്കി. നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി. നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. മുറിയോരാഹേ മേലയോവാദാരായി തഹലൻ മോറാൻ തറവത്തുറാബോ ദമലേറവേ. സ്മാവോ മൂസൻ വാദുറഹമേ അല്ലഫിശോസ. നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളിൽ വാഴ്ത്തിയിടേണം. ശോവാക്കുലോ വം കബുലോനോ ബസലാവോസോ സ്വാവോസൻ വാവതുറഹമേ അല്ലഫിശോസ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം വരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും
നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകും. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക മൊത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ മാർ തോമാസ് ശ്ലീഹായുടെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവന്നാസിയോസിൻ്റെയും എൽദോ മാർ ബസേലിയോസിൻ്റെയും സർവ്വ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കും. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ നീ ശിക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളതാകുന്നു. ആമീൻ. പറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തലഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമത്തെ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാത്മായി നിർമ്മിച്ചവനും മനുഷ്യനെ രക്ഷിക്കും വേണ്ടി തിരുവനന്തപുരം സുഹൃത്തിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരമായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തന്റെ പ്രധാന വർദ്ധിപ്പാതിരുന്നവനും ജീവനവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോതുവിനെ വരുമാനിരിക്കുന്നവനും തന്റെ ന്യായത്തിന് അസാമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബേന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചവനുമായ ജീവനിവിശ്യമുള്ള ഏകറൂഹായിലും കാതുകൊലിയും സ്നേഹികവുമായ ഏകവിശ്വ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉരുപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോ സ്തോവൻ കാലസ് കുറിയേലായിസോ. സ്തുതിയോട് രാജമകൾ നിൻ വലമായി രാജഭാമിനിയും നിന്നെ കരജൻ മോഹിപ്പാൻ നിൻ ജനമോർക്കായി പ്രതിഗ്രഹവും പാർക്കുമോ. പെൺപോലും രാധാവൽ പോലും സർവകക്ഷാഭാജനമേ നിന്നിലുദിച്ചോ ഏകസുതൻ
തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ ഭക്തനപേക്ഷയുടെ കേളും സൗമൻ കാല സ്ഫുറിയിലായിസു ക്രിയാവിൻ സ്മരണം വരദായകമാകാതെ ഞങ്ങൾ ആത്മാവിനു കോട്ട മാറിക്കുമോ ദൈവപ്രസവേത്രേ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം ഒറിയോറാഹിൻ മലൈനുവാതാറായി വീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാം നീതിമാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബാനോൻ താരകിൽ പോ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ മെൻമൂലം വാദാമുൽ മൂലം വൽമീനാമേ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീശോർക്കായി സ്തോമൻ കാലസ്കുറിയിലായിസോ ഭാഗ്യം നീ വിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹതീർക്കും പുനരുത്ഥാനത്തിനെ പാർക്കുമോ മിശിഹായെ കാണാൻ കാക്ഷിച്ചൊരു സഹതേ വളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോരാമിൻ മലൈനുവാതാറായി നിൽസ്ഥിതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാതിന്റെ ശമവും ശാന്തിയും അമരട്ടെ. ആകാശത്തെയും ഭൂമിയും കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ വിവാഹ ഉദാശയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നമ്മളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തിപ്പാടുമാറാണ്. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുമാറാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ലോകെ ബലഹീനവും കുറവുകൾ വേണ്ട പ്രാർത്ഥന ദൈവമായ സിംഹാസനം ഭാഗെ കേൾക്കപ്പെട്ടവും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാനമാണ്. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. വിവാഹ ഉദാശ സമാപിച്ചിരിക്കുന്നു. ഈ വിവാഹ ഉദാശയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നുചേർന്നിരിക്കുന്ന എല്ലാവരും രണ്ട് സൈഡ് വഴി ഉള്ളിലേക്ക് പോയി അവിടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ബോക്സ് നൽകുന്നതാണ്. അതുമായി നമുക്ക് വീട്ടിൽ പോകാവുന്നതാണ് എന്ന കാര്യം ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ചടങ്ങുകളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്, ഹോളിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിലും എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ഇപ്പോൾ മണവാളിനും മണവാട്ടിയും നാദശ നൽകി രജിസ്റ്ററിൽ ഉപയോഗിക്കുന്നു. ആശ്വാസകാലങ്ങളെ ആശീഷമാരി ആശിഷും പെയ്യണമേ രൂപകൾ വീഴുന്ന ചാരി മൺമഴ ദൈവമേ showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing.
preciously waving again Over the hills and the valley, sound of abundance of life. Ashishmari, Ashisham niyadame, krubagal veelunda chari, vanmazha devame. mariyundam, വീണ്ടും നല്ലുണർവുണ്ടാ കുന്നുപള്ളങ്ങളിന്മേലും വെയിൽമഴയേറ്റ സ്വരം ആശീഷമായി ആശീഷം പെയ്യണമേ കൃപകൾ വീഴുന്ന ചാരി വന്മഴതാ ദൈവമേ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്നുള്ള യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്നുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്നുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്നുള്ളൂ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങൾ
നിത്യനാ